ഹലോ, ഷഹറാസ് വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്ന് ഞാൻ ഒരു അടിപൊളി ബോട്ടി വരട്ടിയതായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കാം. ഞാൻ ബോട്ടി കട്ട് ചെയ്യാണ്ടാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അതാകുമ്പോൾ നമുക്ക് ഒന്ന് അവരെത്ര വൃത്തിയാക്കിയാലും നമുക്കൊന്നും കൂടി ഒരു വൃത്തിയാക്കാനുണ്ടാകും. അപ്പോൾ കട്ട് ചെയ്യാണ്ടാണ് വാങ്ങുന്നതെങ്കിൽ നമുക്ക് വൃത്തിയാക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അത് ഞാൻ നന്നായിട്ടൊന്ന് എല്ലാ വശങ്ങളും അതിലുള്ള അഴുക്കുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതിനുശേഷം നല്ല തിളച്ച വെള്ളം എടുത്തിട്ട് ഒരു 3-4 തവണ ഈ ബോട്ടി കഴുകുകയാണ് കേട്ടോ. നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ഉപയോഗിക്കുന്നത്, എന്നാലാണ് അടുത്ത അഴുക്കുകളൊക്കെ പൂർണ്ണമായിട്ടും പോകുള്ളൂ. അങ്ങനെ കഴുകിയതിന് ശേഷം പിന്നെ അതിലേക്ക് വേണ്ട ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ കുരുമുളക്, പിന്നെ വലിയ ജീരകം, ചെറിയ ജീരകം, പിന്നെ കുറച്ച് മല്ലിയും കൂടി എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. അതിനുശേഷം ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഈ കഴുകി വെച്ചിട്ടുള്ള ബോട്ടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഈ അരപ്പും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, ഒരു 2 സ്പൂൺ ഉപ്പും ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ടിത് തിരുമ്മി കൊടുക്കുക. ശേഷം കുക്കറിൽ ഒരു 10 വിസിൽ അടുപ്പിച്ചിട്ടോ ഞാൻ. ഇത് വിസിലടിക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉള്ളി തക്കാളിയും വാട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിച്ച് അതിന് ശേഷം ഒരു മീഡിയം സൈസുള്ള ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ ഉള്ളി നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഉപ്പിടുന്നില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ചതിൽ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി അത് വെന്തതിന് ശേഷം ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഉപ്പ് ആവശ്യമാണെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇത് നല്ലോണം ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ തക്കാളി നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കുക. അതിന് ശേഷം തക്കാളി നല്ലോണം വാട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ വേണ്ട, നേരത്തെ അതിലേക്ക് കുറച്ചിട്ടല്ല. അപ്പോൾ ഒരു 1/2 സ്പൂൺ കൂടി മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേവിച്ചിട്ടുള്ള ബോട്ടി എടുത്തിട്ട് ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കുകയാണ്. നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും പുതിന കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. അടിപൊളിയാണ്, ഒന്ന് ചെയ്ത് നോക്കണേ.